അന്വേഷിക്കാന്നിടത്തൊക്കെ അന്വേഷിച്ചു. ഞങ്ങൾ കൂടി അന്വേഷിക്കണം. എനിക്കൊന്നും പറയാൻ പറ്റില്ല. അവരോട് ഈ വിവരം എങ്ങനെ പറയും? ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രൊമോയിൽ കുഞ്ഞ് ഒടുവിൽ രക്ഷപ്പെടുന്നുവോ? അതേ കൂട്ടുകാർ, അതിനുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. ഒന്നില്ലെങ്കിൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ കുഞ്ഞ് എങ്ങോട്ടെങ്കിലും മറഞ്ഞു പോകും. കാരണം എന്ന് വെച്ചാലുണ്ടല്ലോ, ഇന്നത്തെ പ്രൊമോയിൽ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും ലേഖയുടെ വീട്ടിലേക്ക് വരികയാണ്. അതായത് ലേഖനെയോ അനന്തുവിനെയോ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ ഇവര്. അപ്പൊ എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കി ഇവര് വീട്ടിലേക്ക് അന്വേഷിച്ച് വരികയാണ്. അപ്പൊ ഇവര് വരുന്നത് കാറിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ലേഖ അവിടെ നിന്ന് അലമുറയിട്ട് കരയുന്നുണ്ട്. ജാനമ്മേ, ഞാൻ എങ്ങനെ അവരോട് ഈ കാര്യം പറയും എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിൽ കരയുന്നുണ്ട്. ലാസ്റ്റ് മഹാലക്ഷ്മിയും കണ്ണനും വീടിനുള്ളിലേക്ക് വരുന്നു. അപ്പൊ ലേഖയാണെങ്കിൽ ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ലാസ്റ്റ് ജാനമ്മയാണ് പറയുന്നത് കുഞ്ഞിനെ രാവിലെ മുതൽ കാണാനില്ല ആ വിവരം. അങ്ങനെ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മി ഭയങ്കര ഞെട്ടി തകർന്ന് നിൽക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പുറത്ത് അനന്തവും മാർക്കോയും കൂടി ആണെങ്കിൽ പോലീസിൽ പോയി കംപ്ലൈന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്, കുഞ്ഞിനെ കാണാനില്ല എന്നുള്ളൊരു പരാതിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ പോലീസ് അന്വേഷിക്കാമെന്ന് പറയുന്നു. ശേഷം ഒരു പിച്ചക്കാരനുണ്ടല്ലോ, ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ വേസ്റ്റ് ഒക്കെ കൂട്ടിയിടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മുടെ കുഞ്ഞ് കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. ഇനി പിച്ചക്കാരുടെ എങ്ങാനും ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുമോ, അല്ലെങ്കിൽ എന്താ പറയാ, വല്ല പോലീസിൽ ഏൽപ്പിക്കുമോ, അല്ലെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് ഈ പിച്ചക്കാരൻ പോകും വഴി ആരെങ്കിലും കാണുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത് അല്ലേ. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.